ഇന്ന് ഞാൻ എൻ്റെ സാധാരണ ഒരു ദിവസത്തെ ലഞ്ചാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പം നേരത്തെ എങ്ങനെ പണികൾ തീർക്കാമെന്നതിനുള്ളൊരു ടിപ്പും കൂടി ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യുന്ന പണി അടുപ്പ് കത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നേരത്തെ തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. മക്കളും ഹസ്ബൻഡൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. ഫുഡ് നേരത്തെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണികളൊക്കെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നും. അപ്പോഴേക്കും നമ്മളെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. അരി ഇവിടെ വേവിക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം ചെയ്യുന്ന പണി എന്താ വെച്ചാൽ റൂമുകളിലൊക്കെ പോയിങ്ങാണ്ട് കുട്ടികളൊക്കെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സൊക്കെ അലക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുവരും. പിന്നെ എന്താ പറയുക, അവിടെ ഇവിടെയൊക്കെ അലങ്കോലൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ റെഡിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിപ്പോൾ കോഴിമുട്ട കൊടുന്നതായിരുന്നു, അപ്പോൾ അത് ഞാനും സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കിനും എൻ്റെ പണികളൊക്കെ കഴിയുകയും ചെയ്യും. അപ്പോൾ അത് ചോറ് ഇതാ അപ്പോഴേക്കിനും വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റി വെക്കുകയാണ്. അപ്പോൾ നേന്ത്രക്കായ കൊണ്ടുള്ളൊരു ഉപ്പേരിയാണ് ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയൊന്നും കളയാനുണ്ടാവില്ല. പിന്നെ കറ കളയാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളത്തിലേക്കാണ് ഇതിങ്ങനെ അരിഞ്ഞിടുന്നത്. ചെറുതാക്കി പീസാക്കിയിട്ടാണ് അരിഞ്ഞിടുന്നത് കേട്ടോ. അപ്പോൾ പച്ചവാഴക്കൻ്റെ കറ നമ്മുടെ കയ്യിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ അറിയിക്കണേ. അപ്പോൾ ഇതെല്ലാം നുറുക്കി കഴിഞ്ഞിട്ട് ഇത് വെള്ളത്തിൽ ഒന്ന് കിടക്കട്ടെ. കുറച്ച് നേരം കറ പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. അതാണ് ഞാൻ ആദ്യം ഇത് അരിഞ്ഞു വെച്ചത്. ഇനി കറി വെക്കുന്നത് വെള്ളരിക്കയും പരിപ്പും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വെള്ളരിക്ക ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. ഈ വെള്ളരിക്കയും വാഴയ്ക്കൊക്കെ നമ്മളെ പാടത്തുനിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കഴുകി ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള വെള്ളരിക്ക ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾ, ഉപ്പ് പാകത്തിന് 2 പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി തക്കാളി പുളി മതി എന്നുള്ളവർക്ക് തക്കാളി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ അത് ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാഴക്ക നന്നായിട്ട് തിരുമ്പി അതിൻ്റെ കറകളൊക്കെ ഒന്ന് കഴുകി കളയുക. ഉപ്പും പച്ചമുളകും കീറിയിട്ടിട്ട് അതും കുക്കറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പരിപ്പും വെള്ളരിക്കും ഇവിടെ വിസിൽ വന്നിട്ടുണ്ട്. ഒരൊറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ ഓഫാക്കിയിടണം. ഇനി കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അരമുറി തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മുടെ അരപ്പ് തയ്യാറാക്കുന്നത് കേട്ടോ. ആ സമയം ഞാനിവിടെ ഉള്ള കച്ചറകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. 2 വിസിലടിച്ച് കഴിഞ്ഞാൽ ഞാനത് ഓഫാക്കി വെക്കുകയാണ്. വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി കറിയിലേക്കുള്ള അരപ്പ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തേങ്ങ ഒഴിച്ചതിന് ശേഷം തിളച്ച് വന്നാൽ കറി ഓഫാക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ കുറവാണോ കൂടുതലാണോ ഒക്കെ നോക്കി നമുക്ക് പാകത്തിന് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട ഉപ്പ് മതിയായിട്ടില്ല, അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തിളച്ചേക്ക് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിച്ച് ഒഴിക്കാനുണ്ട്. അപ്പോൾ ഉപ്പേരി തൂമിക്കുമ്പോൾ കടുകും കൂടെ അതിൽ ഒന്നിച്ച് ചെയ്യാമെന്നാണ് കരുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പേരിൻ്റെ എയർ പോയിട്ടില്ല, അത് കഴിയട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് മോനക്ക് കഞ്ഞി കൊടുക്കാമെന്ന് കരുതി വന്നതായിരുന്നു. അപ്പോൾ പുറത്ത് മുറ്റത്ത് നല്ല നായ്ക്കൾ 2-3 നായ്ക്കുട്ടികളും പട്ടിയൊക്കെ കൂടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് എന്നാൽ കഞ്ഞി കൊടുക്കാമല്ലോ എന്ന് കരുതിയാണ്ട് വന്ന് കഞ്ഞി കൊടുത്തേക്ക് അത് കുടിക്കണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോലാഹലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കഞ്ഞിയൊക്കെ ഞാൻ മുറ്റത്തുള്ള പട്ടികളൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് എങ്ങനെയൊക്കെ അങ്ങോട്ട് നെൽക്കൊണ്ട് കുടിപ്പിച്ചു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള വറവ് ഇടുകയാണ്. അതിനിടയിൽ ഞാനിവിടെ മത്തി വറ്റിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞമത്തിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഉപ്പേരി വറവിടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ചെറിയ ഉള്ളി ചതച്ചതും ഉണക്കമുളകും കൂടെ ഞാൻ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഈ വറവ് ഞാൻ ഉപ്പേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി. ഇനി നമ്മുടെ കറി ഒന്ന് കടുക് വറുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ
കടുക് പൊട്ടിച്ചിട്ട് ചെറുതാക്കി ചതച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ പരിപ്പിട്ട് കഴിഞ്ഞാൽ ഗ്യാസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പരിപ്പ് വലിയ ഇഷ്ടമല്ല. അപ്പോൾ നമ്മുടെ കറിയും ഉപ്പേരിയും മീൻ വരിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പാത്രങ്ങളൊക്കെ സിങ്കിലേക്ക് എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതിനിടയിൽ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. ഞാൻ മൊത്തത്തിൽ എല്ലാ സൈഡും കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ ക്ലീൻ ആക്കൂട്ടോ. പാത്രങ്ങളെല്ലാം ഞാൻ കഴുകാളതൊക്കെ സിങ്കിലേക്ക് എടുത്തിടും. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള പാത്രങ്ങളിൽ നിന്നൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും കേട്ടോ. എന്നിട്ട് അതെല്ലാം കഴുകി വെക്കും. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പാത്രങ്ങൾ പിന്നെ കഴുകാണ്ടാവില്ല. പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടുള്ള പാത്രങ്ങൾ മാത്രമേ കഴുകാണ്ടാവുള്ളൂ. അതിനിടയിൽ മക്കൾ ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ. പപ്പടം കൂടെ പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള എല്ലാ ഫുഡും റെഡിയാണ് കേട്ടോ. ഇനി മൊത്തത്തിൽ ക്ലീനിങ്ങിന് നിൽക്കുക ചെയ്യാട്ടോ. അപ്പോൾ അതാ കുക്കിംഗ് കഴിഞ്ഞപ്പോഴേക്കും നമുക്കുള്ള അടുത്ത പണി വന്നിട്ടുള്ളത് മെഷീനിലുള്ള ഡ്രസ്സ് തോരയിടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തോരട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ക്ലീനിങ്ങിന് നിൽക്കുക ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.